എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ ഇഷ്ടം മാത്രത്തിൻ്റെ ഇന്നത്തെ കഥയിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ മനസ്സിനിയോട് ആകാശ് മേനോനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഞെട്ടിത്തെറിച്ചിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. മാധവ് എല്ലാം കേട്ടോണ്ടിങ്ങനെ നിൽക്കുക. ആകാശിനെ വെച്ച് കുത്തിത്തിരിപ്പുണ്ടാക്കുന്നത് നിങ്ങളല്ലേ എന്ന് ചോദിച്ചപ്പോൾ, നിൻ്റെ കുടുംബത്തിൻ്റെ ശത്രുവ് എൻ്റെ ശത്രുവാ, ഇനി സംഭവിക്കാൻ പോകുന്നത് ഞാൻ പറഞ്ഞു തരാം എന്താണ് എന്ന്. ആകാശ് കൈവിടുന്നതോടുകൂടി രചനയ്ക്ക് ഇനി ഒരു പിടിവള്ളിയില്ല. മഹേഷിന് മോനെന്ന് വെച്ചാൽ ജീവന, പയ്യൻ രചനയെ വിട്ടു പോവില്ല. അങ്ങനെ ഒരവസ്ഥയിൽ മഹേഷിനും മോനെയും രചനയുടെ ഉത്തരവാദിത്വമൊക്കെ ഏറ്റെടുത്തേ പറ്റുള്ളൂ. അവസാനം അവൾക്ക് കഴിയാനായിട്ട് മഹേഷ് വീടും കണ്ടെത്തി കൊടുക്കും, ചെലവിനും കൊടുക്കും. ചുരുക്കത്തി മഹേഷിൻ്റെ കസ്റ്റഡിയിൽ രചന വരും. അവർ രണ്ടുപേരും ആഗ്രഹിക്കുന്നതും അത് തന്നെയല്ലേ? അതെ, മഹേഷിൻ്റെ മോളെ നോക്കി നിൻ്റെ അനിയത്തി മറ്റൊരു വീട്ടിലും ഇരിക്കും. മഹേഷിൻ്റെ രണ്ട് മക്കളും ആദ്യ ഭാര്യയുടെയും രണ്ടാം ഭാര്യയുടെയും കൈകളിൽ. ആഹാ, അവർക്കിടയിൽ മഹേഷ് എന്ന ബുദ്ധിമാൻ ജീവിക്കും. എങ്ങനെയുണ്ട്? ഇതൊക്കെ കേട്ട് മാധവ് അന്തം വിട്ടിങ്ങനെ മാറി നിൽക്കുകയാണ് കേട്ടോ. ഒന്നെങ്കിൽ നിൻ്റെ അനിയത്തി ആ നാണുകെട്ട ജീവിതം അവസാനിപ്പിച്ചിട്ട് ആ പെങ്കൊച്ചിനെ രചനയെ ഏൽപ്പിച്ച് ഒഴിഞ്ഞു പോകണം. അല്ലെങ്കിൽ മഹേഷിൻ്റെ ജീവിതത്തിൽ ഒരു പെങ്കൊച്ചിൻ്റെ പേരും പറഞ്ഞ് കടിച്ചു തൂങ്ങിക്കിടക്കണം. അധികകാലം ഒന്നും രണ്ട് പെണ്ണുങ്ങളോടുള്ള മഹേഷിൻ്റെ ഒളിച്ചുകടി മൂടി വയ്ക്കാൻ പറ്റില്ല. ആകാശ് തന്നെ അത് നാട്ടി പാട്ടാക്കും. നിൻ്റെ അനിയത്തിക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ടാകും. അതാ നടക്കാൻ പോകുന്നത്. നീ എന്താണ് ഇങ്ങനെ നോക്കുന്നത്? നടക്കാൻ പോകുന്ന സംഗതിയാണ് പറഞ്ഞത്. കണ്ടവൾ പറ്റ കുട്ടിയുടെ അമ്മ ചമഞ്ഞ് നടന്നിട്ട് എന്താണ് അവൾ നേടാൻ പോകുന്നത്? മഹേഷിന് അവകാശം പറയാനോ ഒരു കുഞ്ഞു പോലും അവൾക്കില്ല. ഒരു കുഞ്ഞു പോലും ഈ ജന്മോട്ട് അതുണ്ടാവാനും പോണില്ല. കുറച്ചു കാലം ഒരു ഭർത്താവിൻ്റെ കൂടെ ജീവിച്ചു എന്നും പറഞ്ഞിട്ട് വേണേ ആശ്വസിക്കാം, അത്ര തന്നെ. നിൻ്റെ അനിയത്തിക്ക് അതിൻ്റെ യോഗ്യതയേ ഉള്ളൂ. അറിഞ്ഞുകൊണ്ട് ആരവളെ കയ്യേക്കും? അല്ലെങ്കിൽ മഹേഷിനെ പോലെ ഒന്നോ രണ്ടോ മക്കളുള്ള ഒരു രണ്ടാം കെട്ടുകാരൻ വരും. അപ്പോഴേക്ക് അർഷിത പറഞ്ഞു, അതെ, അവൾക്കൊരു കുഞ്ഞിൻ്റെ അമ്മയാകാൻ കഴിയുമെന്ന് കാലം തെളിയിക്കട്ടെ. പിന്നെ അത് കണ്ടിട്ട് വേണം മനസ്സിനിക്കൊന്ന് കണ്ണടയ്ക്കാൻ. നീയും നിൻ്റെ വീട്ടുകാരും സ്വപ്നം കണ്ടിരുന്നോ? അതിനു മുമ്പേ രചനയും മഹേഷും ഒന്നിച്ചിരിക്കും. നിൻ്റെ അനിയത്തി പുറത്തുവാകും. ഇതാടി നിൻ്റെ അനിയത്തിക്ക് ദൈവം വിധിച്ചിരിക്കുന്ന ശിക്ഷ. നീ നോക്കിക്കോ. അത് തന്നെയാണ് നിൻ്റെ അനിയത്തിക്ക് ദൈവം വിധിച്ചിരിക്കുന്ന ശിക്ഷ. ഇതൊക്കെ കേട്ട അർഷിതയാകെ സങ്കടപ്പെടുന്നുണ്ടെങ്കിലും മാധവിൻ്റെ മുഖത്തൊരു പുഞ്ചിരിയാണ് കേട്ടോ. എന്തായാലും വൈകിട്ട് നമ്മുടെ മഹേഷ് ആകാശിനെ വിളിക്കുക. ആ മഹേഷിൻ്റെ കോള് കണ്ടപ്പോൾ തന്നെ മിക്കവാറും വിശുദ്ധ നല്ലത് കൊടുത്തു കാണും. അവളും പെണ്ണല്ലേ, എന്തായാലും വിശ്വസിച്ച് കാണും ഞാൻ പറഞ്ഞതൊക്കെ. അതുകൊണ്ടാണ് മഹേഷ് ഇപ്പോൾ വിളിക്കുന്നത്. എന്തായാലും കോൾ എടുത്തപടി മഹേഷ് പറഞ്ഞത്, ഹലോ മിസ്റ്റർ വെൽവിഷർ എന്നാ. അത് കേട്ടപ്പോൾ ആകാശ് ഒന്ന് ഞെട്ടിയിട്ടോ. വെൽവിഷറിൻ്റെ നാവ് ഇറങ്ങിപ്പോയോ? എൻ്റെ ഭാര്യയെ വിളിച്ച് പറഞ്ഞാൽ ഞാൻ അറിയില്ല എന്നാണോ നീ കരുതിയത്? പിന്നെ നീ എൻ്റെ വീട്ടിൽ കയറിയ ഞാൻ എന്ത് ചെയ്യണം? നിനക്കും അവൾക്ക് സല്ലപിക്കാൻ അവസരം ഉണ്ടാക്കി തരണോ? അപ്പോൾ എൻ്റെ മോൻ വിളിച്ചിട്ടാണ് ഞാൻ വന്നത്. അവൻ്റെ മമ്മി വീണ് കിടക്കുന്നത് കണ്ടിട്ടാണ് അവൻ്റെ ഡാഡിയെ വിളിച്ചത്. അവളെ ഞാൻ ഹോസ്പിറ്റലിൽ എത്തിച്ചിട്ട് നിന്നെ വിളിച്ചിട്ട് നീ ഫോൺ എടുത്തോ? പിന്നെ നീ വിളിക്കുമ്പോൾ ഫോൺ എടുക്കാൻ എനിക്ക് സൗകര്യമില്ല. നിൻ്റെ മുൻ ഭാര്യയെ നീ വേണം എടുത്തുകൊണ്ട് പോയിട്ട് ശുശ്രൂഷിക്കാൻ. എനിക്ക് ആരുമല്ല അവൾ. നീ തന്നെ അവളെ സംരക്ഷിക്കും. അവളെ കൈവിട്ട് കളയാൻ നിനക്ക് പറ്റില്ല എന്ന് ആകാശിനോട് പറയുകയാണ്. കിട്ടിയ അവസരം വെച്ച് നീ മുതലെടുപ്പിന് വന്നത് ഇഷിതയോട്. നിനക്കറിയില്ല ഇഷിത ആരാണെന്ന്. അറിയാൻ നിനക്ക് കഴിയാതെ പോയി ആകാശേ. നിന്നോട് എനിക്ക് വെറും സഹതാപം മാത്രമേ ഉള്ളൂ. നിനക്ക് ജന്മന കിട്ടിയ കുത്തിത്തിരിപ്പ് സ്വഭാവം ഇഷിതയുടെ മുന്നിലെ വിലപ്പോവില്ല. ഇതൊക്കെ കേട്ടുകൊണ്ട് ഇഷിത പുഞ്ചിരിയോടുകൂടി മാറി ഇങ്ങനെ നിൽക്കുക. അവളോട് സംസാരിക്കാനുള്ള യോഗ്യത പോലും നിനക്കില്ലട ഊളെ. എന്നിട്ടാണ് വെൽവിഷർ വേഷവും കെട്ടി വന്നിരിക്കുന്നത്. അതെ, നിന്നെക്കൊണ്ട് ഇത് ഞാൻ തിരിച്ചു പറയിപ്പിക്കുന്ന ദിവസം വരും. നീ കാത്തിരുന്നു അതിനായിട്ട്. അപ്പോഴേക്കും മഹേഷ് പറഞ്ഞു, നിനക്ക് പലതും ചെയ്യാൻ കഴിഞ്ഞു എന്നിരിക്കും. എൻ്റെ അനിയനെ ജയിലിൽ കിടത്തത് നിൻ്റെ മിടുക്ക് തന്നെയാണ്. പക്ഷേ മഹേഷിനെയും ഇഷിതയും തെറ്റിക്കാനുള്ള നിൻ്റെ ഒരു ശ്രമവും വിലപ്പോകത്തില്ല എന്ന് പറഞ്ഞാൽ വിലപ്പോകത്തില്ല. അവൾക്ക് എന്നെയും അതുപോലെ തന്നെ എനിക്ക് അവളെയും അറിയാമെന്നത് മാത്രമല്ല അതിന് കാരണം. ദൈവം കൂട്ടിച്ചേർത്തതാണ് ഞങ്ങളെ. അതുകൊണ്ട് തന്നെ നിനക്ക് പിരിക്കാനായിട്ട് പറ്റില്ല. നിനക്കെന്നല്ല ഒരു ശക്തിക്കും ഞങ്ങളുടെ വിശ്വാസത്തിൽ ഒരു പോറൽ പോലും ഏൽപ്പിക്കാൻ പറ്റില്ല എന്ന് മഹേഷ് ഉറച്ച വിശ്വാസത്തോടു കൂടിയിട്ട് ഇങ്ങനെ പറയുകയാണ് കേട്ടോ. എന്തായാലും വിഷയത്തേക്ക് ഒത്തിരി സന്തോഷമായി. മഹേഷിനെ ദ്രോഹിച്ച ആനന്ദം കണ്ടെത്താൻ വേറെന്തെങ്കിലും വഴി നീ തപ്പ്. നിൻ്റെ ഈ ജന്മം അതിനായിട്ട് ഒഴിഞ്ഞു വെച്ച് പോയില്ലേ? ഈ നാണംകെട്ട പരിപാടി വെച്ച് കെട്ടിയരേടാ എന്നൊക്കെ പറഞ്ഞിട്ട് കോള് കട്ട് ചെയ്തു. ആകാശനാണെങ്കിൽ കാലി മൂത്തിങ്ങനെ ഇരിക്കുക. നിൻ്റെ അഹങ്കാരത്തിൻ്റെ പത്തിയിൽ തന്നെ ആകാശ് മേനോൻ അടിച്ചിരിക്കും. ദൈവം കൂട്ടിച്ചേർത്തത് ചെകുത്താൻ വേർപെടുത്തുന്ന നിനക്ക് കാണിച്ചു തരാടാ എന്നൊക്കെ ആകാശം മനസ്സിലിങ്ങനെ ആലോചിക്കുകയാണ്. പിന്നെ കാണിക്കുന്നത് രചനയെ ആ സെറ്റിൽ കിടന്ന് സോഫയിൽ കിടന്ന് ഇങ്ങനെ ഉറങ്ങാണ്. ആ സമയത്ത് ആദ്യം വന്നു വെള്ളവും അതുപോലെ മരുന്നൊക്കെ കൊടുക്കാനായിട്ട്. മമ്മി ഇത് കഴിച്ചേ,
അങ്ങനെ മരുന്ന് മേടിച്ച് കഴിക്കുക. ഡാഡി എത്ര സ്നേഹമുള്ള ആളാ. ഡാഡിയുടെ സ്ഥാനത്ത് മറ്റാരെങ്കിലും ആണെങ്കിൽ മമ്മിക്ക് ആപത്ത് പറ്റിയെന്ന് അറിഞ്ഞാൽ തിരിഞ്ഞു നോക്കുമായിരുന്നോ? എന്തായാലും ഡാഡി വന്നില്ലേ. ഡാഡി വന്നത് എന്നോടുള്ള സ്നേഹം കൊണ്ട് മാത്രമൊന്നും അല്ല. നീ എന്തിനാ മോനെ എപ്പോഴും ഇതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഒരാൾ നല്ല കാര്യം ചെയ്താൽ അത് പറയണ്ടേ? എനിക്കിപ്പോൾ ഭയങ്കര വിഷമം. സ്കൂളിൽ വെച്ച് ഞാൻ ഡാഡിയെ പണ്ട് ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്. നിങ്ങളെൻ്റെ ആരുമല്ല, നിങ്ങൾ ഡാഡി എന്ന് പറഞ്ഞ് സ്കൂളിൽ വരരുത് എന്നൊക്കെ ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു എന്നറിയോ? അതൊക്കെ ഓർക്കുമ്പോൾ എനിക്ക് സങ്കടം വരിക എന്നും പറഞ്ഞിട്ട് ആദ്യം കരയാട്ടോ. ഡാഡിയെ മനസ്സിലാക്കാനായിട്ട് എനിക്ക് കഴിഞ്ഞില്ല. എനിക്ക് മാത്രമല്ല മമ്മിക്കും കഴിഞ്ഞില്ല. അതിൻ്റെ ശിക്ഷയാണ് നമ്മളിപ്പോൾ അനുഭവിക്കുന്നത്. ഡാഡി എത്രമാത്രം സങ്കടം അനുഭവിച്ച് കാണും. ഡാഡിയോട് മമ്മി വഴക്കുണ്ടാക്കി പിരിയാതിരുന്നെങ്കിൽ എനിക്ക് ചിപ്പിക്കും 2 പേരുടെ സ്നേഹവും കിട്ടില്ലായിരുന്നോ? എല്ലാം ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടില്ലേ എല്ലാം എന്നും പറഞ്ഞുകൊണ്ട് ആദ്യം കരഞ്ഞ് സങ്കടപ്പെട്ട് അങ്ങോട്ട് പോവാണ് കേട്ടോ. പാവം എൻ്റെ മോൻ എല്ലാ കുറ്റങ്ങളും മമ്മി ചെയ്തു എന്നല്ലേ അവൻ പറയാതെ പറയുന്നത്. അവൻ്റെ നല്ല ജീവിതമല്ലേ ഞാൻ ഇല്ലാണ്ടാക്കിയത് എന്നൊക്കെ ഇങ്ങനെ ഓർക്കാണ് രചന. മാത്രമല്ല മഹേഷും രചനയുമായിട്ട് കഴിഞ്ഞ നല്ല നിമിഷങ്ങളും ഓർക്കുന്നുണ്ട്. എന്തായാലും താൻ ചെയ്തത് വലിയ തെറ്റാണ് എന്ന് രചനയ്ക്ക് തോന്നി തുടങ്ങിയിരിക്കുന്നു. പിന്നെ കാണിക്കുന്നത് ചിപ്പിമോളാണ് കേട്ടോ. ചിപ്പിമോൾക്കാണ് ഒരു ഉഷാറും ഇല്ല. കഴിഞ്ഞ ദിവസമൊക്കെ ആദ്യം ഉള്ളത് കൊണ്ട് തന്നെ ഭയങ്കര കാര്യമായിരുന്നു. പക്ഷേ ഇപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് പതുക്കിരുന്ന് മയങ്ങാണ്. അപ്പോഴേക്കും സ്വപ്നവല്ലിയും രാമനാഥനും വന്നു. മോളിരുന്ന് ഉറങ്ങാണോ? എന്താ ഭക്ഷണം പോലും കഴിച്ചില്ലല്ലോ, മോളെന്താ പഠിക്കാത്തേ? അതെ, പഠിക്കാനൊന്നും തോന്നുന്നില്ല. ആദ്യമായിട്ടും പോയപ്പോഴേ ഒരു രസവും ഇല്ല. ആദ്യക്ക് ഇവിടെ സ്ഥിരമായിട്ട് വന്ന് നിൽക്കാൻ പറ്റില്ലെന്ന് മോൾക്ക് അറിയാവുന്നതല്ലേ? മാത്രമല്ല നമ്മൾ പറയാവുന്നവർ പരമാവധി പറഞ്ഞതല്ലേ? അതെ, സ്വപ്നവല്ലി പറഞ്ഞു അവനെ എല്ലാവരെക്കാളും വലുത് അവൻ്റെ മമ്മിയാണ്. അതുകൊണ്ടാണ് അവൻ. എന്തായാലും നീ അവനെ ഒന്ന് വിളിക്കുക. അവൻ്റെ നിൻ്റെ വിഷമമൊക്കെ അവനോട് പറ. അവനിവിടെ ഇല്ലെങ്കിൽ പഠിക്കാൻ നിനക്ക് പറ്റുന്നില്ല എന്ന് പറ. നാളെ അവനോട് ഇങ്ങോട്ടേക്ക് വരാനായിട്ട് നിർബന്ധിക്കുക. അപ്പോഴേക്കും രാമനാഥൻ പറഞ്ഞു, മോളൊന്ന് ശ്രമിച്ചു നോക്ക്. മോളുടെ സങ്കടം അവന് മനസ്സിലാവും ചിലപ്പോൾ. കൊച്ചൊന്ന് വിളിച്ചേ എന്ന് പറഞ്ഞ് ഫോൺ കൊടുക്കുകയാണ്. ആദ്യേട്ടൻ എന്തെടുക്കുക, പഠിക്കുകയാണോ? ഞാൻ മമ്മിക്ക് ചൂടുവെള്ളം എടുത്തു കൊടുക്കുക. ആദ്യേട്ടൻ പോയതിന് ശേഷം എനിക്കൊന്നിനും പറ്റുന്നില്ല, പഠിക്കാൻ പോലും പറ്റുന്നില്ല എന്നും പറഞ്ഞ് കൊച്ച് ഭയങ്കര സങ്കടപ്പെടുകയാണ് കേട്ടോ. എന്നെ തനിച്ചാക്കി ആദ്യേട്ടൻ എന്തിനാ പോയത്? നാളെ സ്കൂൾ വിട്ട് ആദ്യമായിട്ട് എൻ്റെ കൂടെ വരുമോ? അതെങ്ങനെയാണ് ഞാൻ വരുന്നത്? എൻ്റെ മമ്മിയുടെ കാര്യങ്ങൾ നോക്കാൻ ആരാ ഉള്ളത് ഞാൻ വന്നു കഴിഞ്ഞാൽ എന്ന് ആദ്യം ചോദിക്കുക. നമുക്ക് ഒന്നിച്ച് നിൽക്കാൻ നിനക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നീ ഇങ്ങോട്ട് വാ. നമുക്ക് ഒന്നിച്ചിരുന്ന് പഠിക്കാം, കളിക്കാം, ഒക്കെ ചെയ്യാം. നീ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമോ? ഇല്ല, നിനക്ക് സന്തോഷം കിട്ടാൻ ഞാൻ അങ്ങോട്ട് വരുമോ വേണം. മമ്മി വയ്യാണ്ടിരിക്കുകയല്ലേ, മമ്മിക്ക് സഹായത്തിന് ഞാൻ മാത്രമല്ലേ ഉള്ളൂ. നാളെ നീ എൻ്റെ കൂടെ ഇങ്ങോട്ട് വരുമോ? എനിക്ക് നിന്നെ കാണാൻ ആഗ്രഹമുണ്ട്. ഇല്ല, ഞാൻ വരില്ല എന്ന് ചിപ്പിമോള് പറഞ്ഞു. എന്നാ നീ ഫോൺ വെച്ചോ എന്നും പറഞ്ഞ് ആദ്യം പിണങ്ങുകയും ചെയ്തു. അതെ, ആദ്യമായിട്ടും വരില്ല, മമ്മിക്ക് സുഖമില്ല എന്നാണ് പറഞ്ഞത്. നിന്നെ അവനെ അങ്ങോട്ട് വിളിച്ചു അല്ലേ? അപ്പോൾ അങ്ങോട്ട് വിളിച്ചു. എന്തായാലും മോൾ അവനെ പ്രതീക്ഷിക്കണ്ട എന്ന് വെച്ച് പഠിക്കാതിരിക്കാൻ പറ്റുമോ? അപ്പോഴേക്കും ചിപ്പി പറഞ്ഞു, അതെ, എനിക്കൊരു അനിയനോ അനിയത്തിയോ വേണമെന്ന് ഞാൻ ഡാഡിയോടും മമ്മിയോടും പറഞ്ഞിട്ടുണ്ട്. എന്താ? ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതൊന്നും നടപ്പുള്ള കാര്യമല്ല. നീ ഇവിടെ നിന്ന് ഉറങ്ങാതെ ഭക്ഷണം കഴിക്കാൻ വാ എന്നും പറഞ്ഞ് സ്വപ്നവല്ലി വഴക്കൂടുകയാണ്. രാമ, ഇവളെയും കൂട്ടി വാ, ഭക്ഷണം കഴിക്കാം. ഇവളോട് പറഞ്ഞിട്ട് കാര്യമില്ല. എന്തായാലും രാമനാഥൻ കുഞ്ഞിനോട് പറഞ്ഞു, മോള് വിഷമിക്കണ്ട കേട്ടോ. പിന്നെ കാണിക്കുന്നത് ആകാശ് മേനോൻ്റെ ഒരു ഫ്രണ്ടും കൂടിയിട്ട് കുടിച്ചു മറിയുകയാണ്. അതെ, രചന നിൻ്റെ കയ്യിൽ നിന്ന് പോകും എന്ന് ഇപ്പോൾ ഉറപ്പായി. നോക്കിക്കോ, വൈകാതെ തന്നെ പോകും. നീ മഹേഷിനെതിരെ പ്രയോഗിക്കാനായിട്ടൊരു ആയുധമായിട്ടല്ലേ അവളെ നീ കൊണ്ടു നടക്കുന്നത്? അല്ലെങ്കിൽ പിന്നെ തന്നെ അവളെ ചുമക്കാനുള്ള എന്ത് കാര്യമാണ് നിനക്കുള്ളത്? അവളുടെ മോനെ വിട്ടുകളയാൻ എനിക്ക് പറ്റില്ല. എനിക്ക് ഉപയോഗപ്പെടാത്തതൊന്നും ഞാൻ കൊണ്ടു നടക്കാറില്ല എന്ന് നിനക്കറിയത്തില്ലേ? അതെനിക്കറിയാം. രചന താൽക്കാലികമായിട്ട് ഒരായുധമാണ് എങ്കിൽ ആ ചെക്കൻ അങ്ങനെ അല്ല. അവനെക്കൊണ്ട് ഞാൻ മഹേഷിൻ്റെ അട്ടിക്കല്ല് മാന്തിക്കും. അങ്ങനെ തന്നെയല്ലേ ഇപ്പോഴത്തെ പോക്ക്? അതെ, ഇപ്പം എന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്ന പ്രശ്നമെന്ന് പറയുന്നത് അതും അവൻ തന്നെയാണ്. ആ നരന്ത് ചെക്കനുണ്ടല്ലോ, എൻ്റെ മുഖത്ത് നോക്കി സംസാരിക്കാനായിട്ട് പഠിച്ചു. ആഹാരവും അഭയം കൊടുത്ത് എന്നെ ചോദ്യം ചെയ്യാനായിട്ട് തുടങ്ങി. അറിയാൻ മേലഞ്ഞിട്ടല്ല അവനെ അടിച്ചൊതുക്കാനായിട്ട്. എന്തായാലും അവനെ റാഞ്ചാനായിട്ട് മഹേഷ് തന്നെ എത്തും. നിൻ്റെ കയ്യിലും തെറ്റുണ്ട്. രചനയെ നീ അവഗണിക്കുന്നതാണ് ആദ്യക്ക് നിന്നോട് ഇഷ്ടം ഇല്ലാതാകാനായിട്ട് കാരണം. നീ ഉണ്ടല്ലോ, രചനയോട് കുറച്ച് ആത്മാർത്ഥത കാണിക്കണം. മമ്മിയോട് കൂടുതൽ ആത്മാർത്ഥതയുണ്ട് എന്ന് മനസ്സിലായ അവൻ നിൻ്റെ കൂടെ നിന്നോളും. ഭർത്താവ് ഉപേക്ഷിച്ച സ്ത്രീക്കും മകനും ആശ്രയം ഉണ്ടാക്കി കൊടുത്തതിൻ്റെ ഇമേജ് നീ ഉണ്ടാക്കിയെടുത്താൽ ശരിക്കും അവർ നിൻ്റെ കൂടെ നിൽക്കും. അതെ, രചനയ്ക്ക് എൻ്റെ ഔദാര്യം പറ്റി നിൽക്കാനേ എന്നും കഴിയുള്ളൂ. പക്ഷേ ആദിക്ക് അങ്ങനെയല്ല.
അവന് അമ്മയും മോനും തമ്മിൽ ഒരു അറ്റാച്ച്മെൻ്റ് ഉണ്ട്. അത് നിലനിൽക്കുന്ന കാലത്തോളം അവൻ രചനയ്ക്കൊപ്പം ഉണ്ടാകും. ഇപ്പോൾ രചനയ്ക്കൊരു ആപത്ത് വന്നപ്പോൾ നീ തിരിഞ്ഞു നോക്കിയോ? അതിൻ്റെ കലിപ്പ് അവൾക്ക് എന്നോടുണ്ട്. അവളുമായിട്ടൊരു കോംപ്രമൈസിന് ഞാൻ ശ്രമിക്കുന്നുണ്ട്. അവൾ പിടിതരുന്നില്ല. അത് നീ വീണ്ടും കാണിച്ചുകൊണ്ടിരിക്കുന്നത് അവൾക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമാണോ? നിൻ്റെ വീട്ടിൽ കയറി മഹേഷ് അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അത് നിൻ്റെ കഴിവുകേട് തന്നെയല്ലേ എന്ന് കൂട്ടുകാരൻ ആകാശിനോട് ചോദിക്കാം. നീ ചെയ്തതെന്താ? മഹേഷിൻ്റെ ഭാര്യയെ വിളിച്ച് കുടുംബം കലക്കാൻ നോക്കിയില്ലേ? അവൾ നിന്നെ കൈയോടെ പൊക്കുകയും ചെയ്തു. നീയും അവിടെയും നാണം കെട്ടില്ലേ? മഹേഷും രചനയും തമ്മിൽ അടുക്കില്ല എന്ന് അറിഞ്ഞതുകൊണ്ടാണ് നീ ഈ നാണംകെട്ട പണിക്ക് പോയതെന്നും എനിക്കറിയാം. നീ അത്തരം പരിപാടിയൊക്കെ നിർത്ത്. നീ രചനയുടെ വിശ്വാസം നേടിയെടുക്കുക. നീ അവളോട് കാണിക്കുന്ന ആത്മാർത്ഥത ബാക്കി മതി. പെണ്ണിന് അതിൻ്റെ ആവശ്യമേ ഉള്ളൂ. ശരി, അവളെ ഒന്ന് മയപ്പെടുത്തി ആ ചെക്കനെ കൂടെ നിർത്താൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ എന്ന് ആകാശ് പറഞ്ഞപ്പോൾ അതാണടാ ബുദ്ധി എന്ന് കൂട്ടുകാരൻ പറഞ്ഞു കൊടുക്കുകയാണ്. എന്തായാലും രാമനാഥൻ ഇഷിതയോട് സംസാരിക്കാൻ തന്നെ തീരുമാനിച്ചു. ഇഷിത വന്നു കഴിഞ്ഞപ്പോഴേക്കും അച്ഛനൊരു കാര്യം സംസാരിക്കാനുണ്ട്. എന്താച്ചാ? അതെ, മോളൊരു ചൈൽഡ് സ്പെഷ്യലിസ്റ്റ് അല്ലേ? കുട്ടികളുടെ മനസ്സ് നന്നായിട്ട് അറിയത്തില്ലേ? അതിലുപരി ഒരമ്മയുടെ സ്നേഹവാത്സല്യങ്ങൾ പ്രസവിക്കാതെ തന്നെ മോൾക്കുണ്ട്. അച്ഛനിപ്പോൾ എന്തിനാ ഇതൊക്കെ പറയുന്നത്? കാര്യമുണ്ട്. ഒരു കുഞ്ഞിന് നമുക്ക് എന്തൊക്കെ കൊടുത്താലും കൂടെ കൊണ്ടു നടന്നാലും അവരുടെ ലോകത്ത് നമുക്ക് എത്താൻ പറ്റില്ല. നമ്മൾ കൊടുക്കുന്ന കൂട്ടല്ല അവരുടെ സന്തോഷത്തിന് വേണ്ടത്. ഒരേ മനസ്സാണ് പലപ്പോഴും അവരാഗ്രഹിക്കുന്നത്. ഞാനിത് പറയാൻ കാര്യം ചിപ്പിമോളുടെ കൂടെ ഞാൻ കുറച്ച് നേരം ഇരുന്നു. ഇന്നലെ വരെ അവൾക്കൊപ്പം ഉണ്ടായിരുന്ന ആദ്യം പോയതിൻ്റെ സങ്കടത്തിലാണ് അവൾ. അതൊരു വലിയ വിടവായിട്ട് എനിക്ക് തോന്നി. അവൻ്റെ കൂട്ടത്തിൽ അവൾ കഴിച്ചു കൂട്ടിയതൊക്കെ ആ സമയത്തൊക്കെ അവൾ അവളുടേതായ ലോകത്തായിരുന്നു. പെട്ടെന്ന് ഒറ്റപ്പെട്ടു പോയൊരു ഫീലാണ്. അപ്പോഴേക്കും ഇഷിത പറഞ്ഞ് എനിക്ക് മനസ്സിലായി. കൂടുതൽ സങ്കടപ്പെടുത്തണ്ടെന്ന് കരുതിയിട്ട് ഞാനൊന്നും ചോദിക്കാതിരുന്നതാ. അവൾ ആദ്യം ഫോണിൽ വിളിച്ച് ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ടും അവനത് അംഗീകരിച്ചില്ല. അവളോട് അങ്ങോട്ട് ചെല്ലാനാണ് പറയുന്നത്. ഇത് കേട്ട് ഇഷിത ഒന്ന് ഞെട്ടിട്ടോ. എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. സീ യു അഗെയിൻ. താങ്ക് യു.